സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നഃ ശാസ്താ പ്രചോദയാത്. ശ്രീഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നഃ ശാസ്താ പ്രചോദയാത്. ശ്രീഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നഃ ശാസ്താ പ്രചോദയാത്. ഭൂതാധിപനായ ദേവനെ ഞങ്ങൾ അറിയട്ടെ, ശിവപുത്രനായ ദേവനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അതിനായി ധർമ്മശാസ്താവ് ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇന്നലെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഹരിവരാസന കീർത്തനത്തിലെ ആദ്യ ശ്ലോകം വിചാരം ചെയ്തു. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഈ ശ്ലോകമായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ഹരിവരാസന കീർത്തനത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ്. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നൃത്തലാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ ഗുണകർമ്മ സ്വഭാവങ്ങളാണ് ശ്ലോകത്തിലെ ഓരോ പദവും നമുക്ക് പറഞ്ഞു തരുന്നത്. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നൃത്തലാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയി എന്നീ പദങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇതിൽ നാലാമത്തെ വരി ഇന്നലെ ഞാൻ പറഞ്ഞു, എല്ലാ ശ്ലോകങ്ങളിലും നാലാമതായി ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇന്നലെ പറയുകയും ചെയ്തിരുന്നു. അതിനാൽ അത് കൂടുതൽ വിശദമാക്കുന്നില്ല. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നൃത്തലാലസം അരുണഭാസുരം ഭൂതനായകം എന്നീ പദങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ആദ്യത്തെ വാക്ക് ശരണകീർത്തനം എന്നതാണ്. ഈ ശരണകീർത്തനം എന്ന പദം ശരണകീർത്തനനെ എന്നായി നമ്മൾ എടുക്കണം. ശരണമന്ത്രങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശരണ കീർത്തനം എന്നത് ശരണകീർത്തനനെ എന്ന് നമ്മൾ എടുക്കുക. അതിൻ്റെ അർത്ഥം ശരണമന്ത്രങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്നവൻ എന്നാണ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ശരണകീർത്തനം ദേവമാശ്രയേ എന്ന് നമ്മൾ ഇത് രണ്ട് പദങ്ങളും കൂടെ ചേർത്തെടുത്താൽ ശരണമന്ത്രങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്നവനായ ധർമ്മശാസ്താവിനെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് അർത്ഥം ഉണ്ടാകുന്നു. അപ്പോൾ ധർമ്മശാസ്താവിനെ അയ്യപ്പസ്വാമിയെ ചേർത്ത് വെച്ച് നമ്മൾ ശരണമന്ത്രങ്ങൾ ചൊല്ലുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. മിക്കവാറും വൈദികവും പുരാണപ്രോക്തവുമായ മന്ത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഒറ്റയ്ക്കോ അല്ലാതെയോ ഒക്കെ ജപിക്കുന്നവയാണ്.
പക്ഷേ ധർമ്മശാസ്താവിൻ്റെ ശരണമന്ത്രങ്ങൾ കൂട്ടായിട്ട് ഉച്ചത്തിൽ വൈഖരിയിൽ ചൊല്ലുന്നവയാണ്. ഒരു അയ്യപ്പൻ സ്വാമിയേ എന്ന് മന്ത്രിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ശരണമയ്യപ്പ എന്ന് ചൊല്ലി പൂർത്തിയാക്കുന്നു. ഇങ്ങനെ കൂട്ടായിട്ട് ഉച്ചത്തിൽ ചൊല്ലുന്നവയാണ് ഈ സ്വാമിയുടെ, അയ്യപ്പ സ്വാമിയുടെ മന്ത്രങ്ങൾ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ശരണകീർത്തനം ദേവമാശ്രയി എന്ന 2 പദങ്ങൾ ചേരുമ്പോൾ ശരണമന്ത്രങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്നവനായ ധർമ്മശാസ്താവിനെ അഥവാ അയ്യപ്പസ്വാമിയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്ന് അർത്ഥമുണ്ടാകുന്നു. അടുത്തതായി ശക്തമാനസം എന്നുള്ള പദമാണ് വരുന്നത്. ശക്തമാനസം എന്നതിനെയും ശക്തമാനസനെ എന്നെടുക്കണം. ശക്തമായ മനസ്സുള്ളവൻ എന്നർത്ഥം. ഭഗവാൻ ധർമ്മശാസ്താവ് ശക്തമായ മനസ്സുള്ളവനാണ് എന്ന് അർത്ഥം. എന്നാൽ നമ്മുടെയൊക്കെ മനസ്സ്, സാധാരണ ഭക്തരുടെ, സാധാരണ മനുഷ്യരുടെ മനസ്സ് ദുർബലവും ചഞ്ചലവുമാണ്. നമ്മുടെ മനസ്സ് സംശയാത്മകമാണ്, നിശ്ചയാത്മകമല്ല. എന്നാൽ ഭഗവാന്റെ മനസ്സ് ശക്തമാണ്, ചാഞ്ചല്യമില്ലാത്തതാണ്. അവിടെ സംശയമോ സന്ദേഹമോ ഇല്ല. നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. നാം മനസ്സിന് പിറകെ പോകുന്നു. എന്നാൽ ഭഗവാന്റെ മനസ്സ് ഭഗവാന്റെ തന്നെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്, സ്ഥിരമായി നിൽക്കുന്നതാണ്. എൻ്റെ മനഃശക്തിയുടെ വർധനത്തിനായി ശ്രീ ധർമ്മശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ, ശക്തമായ മനസ്സുള്ള ഭഗവാനെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്നാണ് ശക്തമാനസം ദേവമാശ്രയി എന്ന 2 പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥം. അടുത്ത പദം ഭരണലോലുപം എന്നുള്ളതാണ്. ആഗ്രഹത്തോടെ ഇഷ്ടപ്പെട്ട് ഭരണം നടത്തുന്നവൻ എന്നർത്ഥം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മശാസ്താവാണ്. ധർമ്മത്തെ അനുശാസിച്ചു കൊണ്ടിരിക്കുന്നത് ധർമ്മശാസ്താവാണ്. പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങളും അനുശാസിക്കുന്നത് ഭഗവാനാണ്. സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. പ്രപഞ്ച ചൈതന്യം അഥവാ പരമാത്മ ചൈതന്യം തന്നെയാണ് ധർമ്മശാസ്താവ്. അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് അർത്ഥം. നമ്മുടെ കഠോപനിഷത്തിലെ 2-ാം അധ്യായം 6-ാം വല്ലി 3-ാം മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ നോക്കിയാൽ പോലും ഇതേ അർത്ഥം തന്നെയാണ് വരുന്നത്. അതിൽ പറയുന്നത്, ഭരണലോലുപനായ ഭഗവാന്റെ അനുശാസനം തെറ്റിച്ചാൽ, അദ്ദേഹം കോപിച്ചാലോ എന്ന് പറഞ്ഞ് ഭയന്ന് അഗ്നി ചൂട് നൽകുന്നു, സൂര്യൻ ചൂട് നൽകുന്നു, ഇന്ദ്രനും വായുവും അവരവരുടെ ധർമ്മമനുഷ്ഠിക്കുന്നു, 5-ാമതായി കാലം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് ഭരണലോലുപം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായി വരുന്ന പദം നൃത്തലാലസം എന്നതാണ്. നൃത്തലാലസം. നൃത്തലാലസം എന്ന പദത്തിന് ആലസ്യത്തോടെ അലസമായി നൃത്തം ചെയ്യുന്നവനാണ് എന്ന് അർത്ഥം. ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ സങ്കല്പിക്കുന്നത് ശരിയാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടെ ഒരു ചുവടും പിഴയ്ക്കാതെ സദാ നൃത്തം ചെയ്യുന്നവനാണ് ഭഗവാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നിത്യനർത്തനാണ് ഭഗവാൻ എന്ന് അഷ്ടകം 1-ൽ പറഞ്ഞു. അതിനാൽ ആനന്ദചിത്തനായി ശ്രദ്ധയോടെ പൂർണ്ണമായി ലയിച്ചുല്ലസിച്ച് നൃത്തം ചെയ്യുന്നവനായി വേണം നമ്മൾ ഭഗവാനെ സങ്കല്പിക്കേണ്ടത്. ഭഗവാൻ നൃത്തലാലസനായിരിക്കുന്നത് പോലെ നമ്മൾ കർമ്മലാലസന്മാരായാൽ നമ്മൾ കർമ്മകുശലന്മാരും ആകും. അതിനുള്ള അനുഗ്രഹങ്ങൾക്കായി
ഹരിഹരാത്മജനായ ധർമ്മശാസ്താവിനെ നമുക്ക് ആശ്രയിക്കാം. അടുത്ത പദം അരുണഭാസുരം എന്നതാണ്. അരുണവർണ്ണത്തിൽ, അതായത് ഇളം ചുവപ്പ്, കുങ്കുമം, സ്വർണ്ണനിറം, അഗ്നിവർണം, ഇങ്ങനെയൊക്കെയുള്ള നിറങ്ങളിൽ പ്രകാശിക്കുന്നവൻ എന്ന് നമുക്ക് അർത്ഥമെടുക്കാം. അഗ്നിവർണ്ണനാണ് ഭഗവാൻ. സൂര്യൻ്റെ തേരാളിയാണ് അരുണൻ. ഉദയസൂര്യനിൽ നിന്നും ആദ്യം ഭൂമിയിൽ പതിക്കുന്നത് അരുണകിരണങ്ങളാണ്. മഹാവിഷ്ണുവിന് നീലനിറം, ശിവന് ശ്വേതവർണം, ദേവിക്ക് ചുവപ്പ് നിറം എന്നൊക്കെ നമുക്ക് സങ്കല്പങ്ങളുണ്ട്. ഭഗവാന് സ്വർണ്ണനിറം എന്നാണ് ഈ രണ്ടാമത്തെ അഷ്ടകത്തിലെ അരുണഭാസുരം എന്ന പദം സൂചിപ്പിക്കുന്നത്. അങ്ങനെ അരുണഭാസുരനായ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ അരുണഭാസുരം ദേവമാശ്രയി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അരുണഭാസുരനായ ഭഗവാനെ, ധർമ്മശാസ്താവിനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് അർത്ഥം. അടുത്ത പദം ഭൂതനായകം എന്നുള്ളതാണ്. ഇത് അതിവിശിഷ്ടമായ ഒരു പദമാണ്, ഭൂതനായകം എന്നുള്ളത്. ശിവപാർഷദന്മാരെയാണ് നമ്മൾ ഭൂതഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. അവർ കൈലാസവാസിയായ ശ്രീ ധർമ്മശാസ്താവിനെയും സേവിക്കുന്നതിനാൽ ധർമ്മശാസ്താവിനെയും ഭൂതനായകനായിട്ടാണ് കരുതുന്നത്. ഭൂതമെന്നാൽ ഭവിച്ചത്, ഉണ്ടായത് എന്നർത്ഥം. എല്ലാ സൃഷ്ടികളും സചേതനങ്ങളോ അചേതനങ്ങളോ ആയ എല്ലാം ഭൂതങ്ങളാണ്. സൃഷ്ടമായ എല്ലാറ്റിൻ്റെയും നായകനാണ് ഭൂതനായകൻ. പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചം. അതിനാൽ ഭൂതനായകൻ എന്നാൽ പ്രപഞ്ചനായകൻ അഥവാ പരമാത്മാവ് എന്നർത്ഥം. സകല ശരീരങ്ങളും പഞ്ചഭൂതാത്മകമാണ്. അതിനാൽ ദേഹത്തിൻ്റെ നാഥനായി ശരീരത്തിൽ വർത്തിക്കുന്ന ജീവാത്മാവും ഭൂതനായകൻ തന്നെ. അങ്ങനെ ജീവാത്മാവും പരമാത്മാവും ഭൂതനായകനായ ഭഗവാൻ തന്നെ എന്ന ജീവാത്മ പരമാത്മ ഐക്യം എന്ന അദ്വൈത സിദ്ധാന്ത പൊരുളിലേക്ക് ഈ ഗുണവിശേഷം ഭക്തനെ നയിക്കുന്നു. ഈ മന്ത്രം നമ്മെ അദ്വൈത ജ്ഞാനപ്രാപ്തിയിൽ എത്തിക്കുന്നു. ഭൂതനായകം ദേവമാശ്രയേ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂതനായകനായ ധർമ്മശാസ്താവിനെ ശരണം പ്രാപിക്കുന്നു എന്ന് അർത്ഥമുണ്ടാകുന്നു. തൈത്തിരീയോപനിഷത്തിലെ അധ്യായം 2 അനുവാകം 8 ബ്രഹ്മവല്ലി എന്ന ഭാഗത്തും ഇതേ അർത്ഥം വരുന്ന മന്ത്രം നമുക്ക് കാണുവാൻ പറ്റുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവ്, ശാസകൻ, ശാസിതാവ് ധർമ്മശാസ്താവാണ്. ഈ ധർമ്മശാസ്താവ് തന്നെയാണ് ശബരിമലയിൽ കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള ഹരിഹരാത്മജനായ ആ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് അവസാനത്തെ ഈ 2 പദങ്ങൾ കൂടെ ചേർത്ത് എടുക്കുമ്പോൾ ഭൂതനായകം ദേവമാശ്രയെ എന്ന 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥം. അപ്പോൾ ഭരണലോലുപനായ ഭഗവാനെ ആശ്രയിക്കുന്നവൻ കർത്തവ്യപാലനത്തിൽ കുശലന്മാരായിത്തീരുന്നു. അങ്ങനെ ധർമ്മശാസ്താവിനെ ശരണം പ്രാപിക്കുന്നതിലൂടെ ഭഗവാന്റെ ഗുണകർമ്മ വിശേഷങ്ങളിൽ കുറേയേറെ അംശങ്ങളെങ്കിലും നമ്മളിലേക്കും സാംശീകരിക്കുവാൻ കഴിയും എന്നാണ് സങ്കല്പം. അതിനായി ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ വിചാരം ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഒരിക്കൽ കൂടി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.